പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നലെ തന്നെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ? മാത്രമല്ല അതിൽ നിന്ന് ക്വസ്റ്റ്യൻസൊക്കെ കണ്ടുപിടിച്ചോ? ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കണം. പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? നല്ല പദ്യം, അതിൻ്റെ വീഡിയോ, കവി തന്നെ ചൊല്ലുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അതും കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ ട്യൂണിൽ പാടാൻ ശ്രമിക്കുക. നല്ല പാട്ടുകാരൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്, +1 എന്ന് എനിക്ക് മനസ്സിലായി. നന്നായിട്ട് തന്നെ പാടിയിട്ട് റെക്കോർഡ് ചെയ്ത് എനിക്ക് കേൾപ്പിക്കണം, അത് അയച്ചു തരണം. എല്ലാവരും നന്നായി പാടിയില്ലെങ്കിലും എങ്ങനെയും പാടാൻ പറ്റുന്നത് നമ്മുടെ പാട്ടെന്ന് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നന്നായി പാടിയിട്ട് നമ്മൾ അത് അയച്ചു തരണം. പിന്നെ ഒരു അഭിമുഖം വെച്ചിട്ടുണ്ട്, അത് കാണാം കേട്ടോ. അപ്പോൾ കവിയെക്കുറിച്ചൊരു ഏകദേശ രൂപം നിങ്ങൾക്ക് പിടികിട്ടും. നേരിൽ കാണാൻ അവസരമുണ്ടാകുമ്പോൾ നമുക്ക് പറയുകയും ചെയ്യാം, ഞാൻ ആ അഭിമുഖം ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന അഭിമുഖം കണ്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗം, കുറച്ച് വരികളാണ് നമ്മളെടുത്തത്. പ്രണയ കവിതയാണെന്ന് പറഞ്ഞു അല്ലേ? പ്രണയ വിരഹത്തിൻ്റെ അല്ല, പ്രണയ വിരഹം എന്ന പ്രണയ പരാജയം സംഭവിച്ച് തമ്മിൽ ഒന്നിക്കാനാവാതെ അകന്നു പോയ 2 പ്രണയികളുടെ ഒരു സമാഗമം. അത് കാണുന്നേ ഉള്ളൂ. വീണ്ടും കൂടിച്ചേരാൻ പറ്റുമോ ഇല്ലയോ അതറിയില്ല. നമ്മൾ ഈ പദ്യത്തിൽ സന്ദർശനത്തിൽ ഒരു സന്ദർശകനായിട്ട് കാണുന്നത് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തെ മനോവ്യാപാരങ്ങളാണ്, മാനസിക വികാരങ്ങളാണ്, വിചാരങ്ങളാണ് ഇവിടെ പകർത്തി വച്ചിരിക്കുന്നത്. കാമുകിയുടെ അല്ല, കാമുകൻ്റെ മാനസിക ചിന്തകളാണ്, മനോവികാരങ്ങളാണ്, മനോവിചാരങ്ങളാണ് ഇവിടെ പകർത്തി വച്ചിരിക്കുന്നത്. അവർ പരസ്പരം ഒന്നും സംസാരിക്കാനാവാതെ കണ്ണിൽ നോക്കി കണ്ണുകളിൽ നഷ്ടപ്പെട്ടുക എന്നാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. തന്നെ മറന്ന് നിൽക്കുകയാണ്. ഒരുപാട് ഓർമ്മകളാകുന്ന പക്ഷികൾ വന്ന് പിന്നീട് അവ വൈകുന്നേരമായപ്പോൾ കൂട്ടിലേക്ക് ചേക്കാറാൻ പോയി തുടങ്ങി. അത്രയും ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇനി അടുത്ത വരികളിലേക്ക് നോക്കാം. പറ്റി ഞാൻ ഒന്നുകൂടെ ചൊല്ലിത്തരാം. സന്ദർശനം. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും, ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്കോർമ്മ തൻ കിളികളൊക്കെ പറന്നു പോകുന്നതും, ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ. ഇവിടെ വരെയാണ് നമ്മൾ എടുത്തത്. അവിടെ സന്ദർശകർക്കുള്ള മുറിയിൽ വന്ന് ഇരിക്കുകയാണ്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും കുറേ സമയമായി 2 പേരും ഒന്നും മിണ്ടാനാവാതെ, 2 പേരും ഏതൊക്കെയോ ഓർമ്മകളിൽ. കാമുകി എന്തെല്ലാമാണ് ചിന്തിക്കുന്നത് എന്നിവിടെ പറയുന്നില്ല. പക്ഷെ കാമുകിയെക്കുറിച്ചുള്ള ഓർമ്മകൾ, തൻ്റെ പ്രണയത്തെക്കുറിച്ചുള്ള ചിന്തകൾ എല്ലാം ഇങ്ങനെ വീണ്ടും തേടി വന്ന് പറയുകയാണ് കാമുകൻ. അവിടെ ഒന്നും മിണ്ടാനാവുന്നില്ലെങ്കിലും ഓർമ്മകൾ വന്ന് തിക്കിമുട്ടുകയാണ്. അങ്ങനെ കണ്ണുകളിൽ നോക്കി ഇരിക്കുകയാണ് 2 പേരും. മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും. ഇങ്ങനെ മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ എന്ന് ഉള്ള ആ സമയത്ത് നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടുകയാണ്. നെഞ്ചിടിപ്പിൻ്റെ താളം മുറുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെ കൊട്ടുമ്പോൾ താളത്തിന് പല തലങ്ങളുണ്ട്. അങ്ങനെ അവസാനം എത്തുന്ന ആ സമയത്ത് താളം വല്ലാതെ മുറുകും. ആ മുറുക്കുന്ന സമയം ഇത് പോകേണ്ട സമയമായി തുടങ്ങി, സായാഹ്നമായി തുടങ്ങി.
പകൽ വെളിച്ചം ജീവിതം പോലെ പോവുകയാണ്. അപ്പോൾ കഴിയുന്ന സമയത്തുള്ള ആ മുറുക്കമുണ്ടല്ലോ, ആ ഒരു മുറുക്കമാണ് ഇപ്പോൾ നെഞ്ചിനകത്ത്. മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും. ഇപ്പോൾ നെഞ്ചിടിപ്പിൻ്റെ താളം അത് വേഗം വേഗം മിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും, നിറയെ സംഗീതമുള്ള നിശ്വാസവും. ഓരോ നിശ്വാസം എടുക്ക്, നെടുനിശ്വാസം, അത് നിറയെ സംഗീതമുള്ള നിശ്വാസമാണ്, വരണ്ട നിശ്വാസമല്ല. ആ നിശ്വാസത്തിൽ പോലും ഒരു സംഗീതമുണ്ട്. തൻ്റെ പ്രണയിനിയെ കാണുകയാണ്, താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, താൻ ഏറ്റവും അധികം ആരാധിക്കുന്ന, കാത്തിരുന്ന ആ പ്രണയിനിയെ ഇനി കാണില്ല, ഇനി ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ചിരുന്ന ആ പ്രണയിനിയെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ആ സമയത്ത് തനിക്ക് ഒന്നും പറയാനില്ല. ഇനി നമ്മൾ ഒന്നിക്കുമോ എന്ന് പോലും അറിയില്ല. അങ്ങനെ രണ്ട് വഴിക്ക് പിരിഞ്ഞു പോയ ആ കാമുകന്മാർ അവിടെ കണ്ടെത്തുകയാണ്. ആ സമയത്ത് ഉണ്ടാകുന്ന ആ നിശ്വാസത്തിന് പോലും സംഗീതമാണ്, നിറയെ സംഗീതമാണ്. ആ കണ്ടപ്പോഴത്തെ ഒരു സംഗീതമാണ്, ആ നിശ്വാസത്തിന് പോലും സംഗീതമാണ് എന്നാണ് പറയുന്നത്. മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും, നിറയെ സംഗീതമുള്ള നിശ്വാസവും. അടുത്ത വരി, പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും. പറയുവാനുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാമുകന് ഒരുപാട് കാര്യങ്ങൾ, എത്രയോ കാലത്തെ കാര്യങ്ങൾ, എത്ര കാലം മുൻപാണ് നമ്മൾ കണ്ടിരുന്നത്. അന്ന് തൊട്ടുള്ള കാര്യങ്ങൾ മുഴുവനും പറയാനുണ്ട്. എങ്കിലും കരള് പണ്ടേ കരിഞ്ഞു പോയെങ്കിലും, എൻ്റെ കരള് കരിഞ്ഞു പോയി. പൊൻചെമ്പകം പൂത്ത, സാധാരണ ചെമ്പകം പൊടിയല്ല, പൊൻചെമ്പകം പൂത്ത കരള്. നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കാലത്ത് എൻ്റെ കരള് പൊൻചെമ്പകം പൂത്തുലഞ്ഞത് പോലെയായിരുന്നു. നീ അവിടെ നിന്ന് പോയതിന് ശേഷം അത് ആ ചെമ്പകത്തിൻ്റെ പൂവെല്ലാം കരിഞ്ഞു പോയി, ഇലകളെല്ലാം കരിഞ്ഞു പോയി. നമുക്കൊരു കഥ കേട്ടിട്ടില്ലേ, ഒരു സെൽഫിഷ് ജയന്റിനെ കുറിച്ചുള്ള കഥ. ആ സെൽഫിഷ് ജയന്റിന് മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ആ പൂന്തോട്ടത്തിൽ നിറയെ പഴങ്ങളും നിറയെ മരങ്ങളും നിറയെ പൂമരങ്ങളും നിന്നിരുന്നു. ഒരു ദിവസം പക്ഷെ ചുറ്റും മതിൽ കെട്ടി അടച്ചിരിക്കുക, വലിയ മതിൽ. ആ മതിലിൻ്റെ ഒരു പഴുതിലൂടെ കുട്ടികൾ ഇങ്ങനെ പ്രവേശിച്ചു. ഒരിക്കൽ ആ പഴുതിലൂടെ പ്രവേശിച്ച് അകത്ത് കയറി കളിക്കാൻ തുടങ്ങി. അങ്ങനെ കളിക്കാൻ തുടങ്ങി. എല്ലാ മരത്തിലും കയറി കുട്ടികൾ ഇരുന്ന് കളിച്ച് അതിൻ്റെ പഴങ്ങളൊക്കെ പൊട്ടിച്ച് തിന്ന് അവിടെ കളിക്കാൻ തുടങ്ങി. ഈ ജയന്റ്, ഈ രാക്ഷസൻ അവിടേക്ക് വന്നു നോക്കിയപ്പോഴുണ്ടാവും നിറയെ കുട്ടികൾ ഈ മരത്തുമ്മലൊക്കെ കയറിയിരിക്കണേ. സെൽഫിഷ് ജയന്റ് എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ കുട്ടികളെല്ലാം ഇതിലേക്ക് കണ്ടപ്പോൾ രാക്ഷസന് ദേഷ്യം വന്നു. ഇവിടെ രാക്ഷസൻ എന്നാണ് പേര്, എന്നിട്ട് പോലും കുട്ടികൾക്ക് ഇത്ര ധൈര്യമോ ഇവിടെ കയറിയിരിക്കാൻ? എൻ്റെ മരങ്ങൾ, ഇത് എൻ്റെയാണ്, ഈ സ്വന്തം ആയിട്ടുള്ള മരങ്ങളാണ്, ഇതിൽ കയറിയിരിക്കാൻ ഇത്രയ്ക്ക് ധൈര്യമോ എന്ന് ചോദിച്ച് എല്ലാ കുട്ടികളെയും ഓടിച്ച് പറഞ്ഞു വിട്ടു. എന്നിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചു, ട്രെസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. ഇവിടെ ചോദിക്കാതെ കടന്നു വരുന്ന എല്ലാവരും ഇവിടെ ശിക്ഷ ഉണ്ടായിരിക്കും, പ്രോസിക്യൂട്ട് ചെയ്യും എന്ന്. കുട്ടികൾ പിന്നെ വന്നില്ല. കുട്ടികളെ പേടിപ്പിച്ച് ഓടിപ്പിച്ചപ്പോൾ പിന്നെ കുട്ടികൾ വന്നില്ല. എന്നിട്ട് ഈ രാക്ഷസന് ഭയങ്കര സങ്കടമായി. പൂക്കളൊന്നും വിരിയുന്നില്ല, പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി, കരിഞ്ഞു പോയി. കുട്ടികളുമില്ല, പൂക്കളുമില്ല, മരങ്ങളുമില്ല. ഈ മരങ്ങളൊക്കെ ഉണങ്ങി പോകാറായി. രാക്ഷസൻ വിചാരിച്ചു, എന്താണാവോ എൻ്റെ പൂന്തോട്ടത്തിന് പറ്റിയത്? അത്രയ്ക്കും ലാളിച്ചു കൊണ്ട് നടന്ന പൂന്തോട്ടമാണ്, പൂക്കളൊന്നുമില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം രാക്ഷസൻ പുറത്തു വന്ന് നോക്കിയപ്പോൾ ഒരു പൂമരം മാത്രം, ഒരു മരം മാത്രം നിറയെ പൂത്തു നിൽക്കണം. ബാക്കി മരങ്ങളൊന്നും പൂത്തിട്ടില്ല. അപ്പോൾ നോക്കിയപ്പോഴുണ്ട് ഒരു കുട്ടി ആ മരത്തിൽ കയറിയിരിക്കുന്നുണ്ട്. ആ മരം
എല്ലാം പൂത്ത് നിറയെ കായ്കളുമായി നിൽക്കുന്നു. അപ്പോൾ രാക്ഷസന് മനസ്സിലായി താൻ കുട്ടികളെ ഓടിച്ചത് കൊണ്ടാണ് പ്രകൃതിക്ക് പോലും സങ്കടമായത്. അപ്പോൾ ആ കുട്ടി രാക്ഷസനെ കണ്ട് പേടിച്ചോടാൻ തുടങ്ങിയപ്പോൾ രാക്ഷസൻ പറഞ്ഞു, വേണ്ട, പേടിക്കണ്ട, നിങ്ങൾ ഇവിടേക്ക് എന്നും വന്ന് കളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഗേറ്റൊക്കെ തുറന്നിട്ട് എല്ലാ കുട്ടികൾക്കും പ്രവേശിക്കാൻ അവസരം കൊടുത്തു. അതോടുകൂടി ആ പൂമരങ്ങളെല്ലാം പൂക്കാൻ തുടങ്ങി. അതുപോലെ ഈ പ്രണയിനി കൂടെയുണ്ടായിരുന്ന ആ സമയത്ത് തൻ്റെ കരളാകുന്ന ആ പൊൻചെമ്പകം നിറയെ പൂത്തുലഞ്ഞിരുന്നു. പക്ഷേ പ്രണയിനി നഷ്ടപ്പെട്ടതോടുകൂടി കരള് ആകുന്ന പൊൻചെമ്പകം കരിഞ്ഞു പോയിരിക്കുകയാണ്. ആ കരള് പണ്ടേ കരിഞ്ഞു പോയി. നീ എന്നിൽ നിന്നും പോയപ്പോൾ മുതൽ അത് കരിഞ്ഞു പോയിട്ടുള്ളതാണ്. ഒരു പ്രണയം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സെല്ലാം പൂക്കും. നമുക്കെല്ലാവരോടും സ്നേഹമായിരിക്കും, ലോകത്തോട് മുഴുവൻ സ്നേഹമായിരിക്കും. എല്ലാവരോടും, കൂട്ടുകാരോടും, ചീത്ത പറയുന്ന ടീച്ചറോട് പോലും ഭയങ്കര സ്നേഹമായിരിക്കും. അല്ലെങ്കിലും ചീത്ത പറഞ്ഞാലും ടീച്ചർമാരോട് സ്നേഹം ഉണ്ടായിരിക്കും അല്ലേ? അടിച്ചാലും പിച്ചിയാലും ഒക്കെ. ഞങ്ങളുടെ ടീച്ചർമാരെയൊക്കെ അങ്ങനെയാണ്. പണ്ട് ഇപ്പോഴൊന്നും അടിക്കില്ല അല്ലേ? അടിക്കപ്പിച്ചൊന്നുമില്ല, ചീത്ത പറയും പഠിക്കാണ്ട് വന്നു കഴിഞ്ഞാലൊക്കെ, കുറുമ്പ് കാട്ടിയാലൊക്കെ. എന്തൊരു കുറുമ്പ കാണിച്ചിരുന്നല്ലേ നിങ്ങളൊക്കെ? അപ്പോൾ ആ കുറുമ്പിനൊക്കെ ചീത്തയൊക്കെ പറയും. പക്ഷേ ആ ടീച്ചർമാരോട് നല്ല സ്നേഹമായിരിക്കും. കുറേ നാളിപ്പോൾ ഞങ്ങളെ കാണാതെ ഇരുന്നിട്ട് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമില്ലേ? സ്കൂളിലൊക്കെ വരാൻ കൊതിയാവണില്ലേ? അപ്പം അതേപോലെ ഒരു പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരോടും, ശത്രുക്കളോട് പോലും സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ ആ കരള് പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആ കരള് പണ്ടേ കരിഞ്ഞു പോയി. നീ പോയ അന്നേ അത് കരിഞ്ഞു പോയതാണ്. പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ, കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടു പോയെങ്കിലും. എൻ്റെ കരളു പണ്ടേ കരിഞ്ഞു പോയി. ഒരു കവിത മൂളിക്കൊണ്ട് നടക്കാൻ നീ ഉണ്ടായിരുന്ന സമയത്ത്, നീ എൻ്റെ പ്രണയിനിയായി തൊട്ടടുത്തുണ്ടായിരുന്ന സമയത്ത് എൻ്റെ ചുണ്ടിലെപ്പോഴും കവിത മൂളിക്കൊണ്ടിരുന്നു. ആ കവിത പോലും വരണ്ടുപോയി. എന്നെ പോകാതിരുന്ന, എൻ്റെ കൂടെ എന്നും ഉണ്ടായിരുന്നവളാണ് കവിത. എപ്പോൾ വേണമെങ്കിലും കവിത എഴുതാനുള്ള ആ ഒരു കഴിവ് എനിക്കുണ്ടായിരുന്നു. ആ കവിത പോലും വരണ്ടുപോയി. കവിത പോലും എന്നെ ഉപേക്ഷിച്ചു പോയി. എന്നോട് നോക്ക്. പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും. എൻ്റെ കരള് പണ്ടേ കരിഞ്ഞു പോയി, എന്നാലും എനിക്ക് പറയാനുണ്ട്. കരള് കരിഞ്ഞു പോയാൽ പിന്നെ പറയാനുള്ളത് സങ്കടത്തിൻ്റെ കഥയാണ്. എന്നാലും ആ സങ്കടത്തിൻ്റെ ഒരുപാട് കഥകൾ എനിക്ക് പറയാനുണ്ട്. കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടു പോയെങ്കിലും, ഒരു കവിത പോലും മൂളുവാൻ പറ്റാത്ത വിധം എൻ്റെ ചുണ്ടുകൾ വരണ്ടു പോയിരിക്കുകയാണ്. എങ്കിലും കറ പിടിച്ചിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും കറ പിടിച്ചിട്ടുണ്ടാവുക? എങ്ങനെയാ കറ പിടിക്കുക ചുണ്ട്? അറിയോ? കറ പിടിക്കുന്നത് സിഗരറ്റ് വലിച്ചിട്ടാണ്. അപ്പോൾ കാമുകി പോയതോടുകൂടി ഇവിടെ സിഗരറ്റ് വലിയും കള്ളുകുടിയും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പലരും, ആണുങ്ങളാണെങ്കിൽ തൻ്റെ പ്രണയം നഷ്ടപ്പെട്ടാൽ അതിൻ്റെ സങ്കടം തീർക്കാൻ കുറേ കള്ളു കുടിക്കും. കള്ളു കുടിച്ചാൽ കരള് ദ്രവിച്ചു പോകും, കരിഞ്ഞു പോകും. അങ്ങനെയും ഒരർത്ഥമുണ്ട് ഇവിടെ. ചുണ്ടിൽ കറ വിരിക്കുന്നത് ഇപ്പോൾ സിഗരറ്റ് മാത്രമാണ്, പുകവലി മാത്രമാണ് ഉള്ളത്. അങ്ങനെ കറ പിടിച്ചിരിക്കുകയാണ് ചുണ്ടിലും പല്ലിലുമൊക്കെ. ആ പുകയിലക്കറ വരണ്ടിരിക്കുകയാണ്. അവിടെ കവിത തുളുമ്പിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ പുക പിടിച്ച് കറ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കവിത പോലും എൻ്റെ ചുണ്ടിൽ നിന്നും വരുവാനില്ലെങ്കിലും എനിക്ക് നിന്നോട് എന്തൊക്കെയോ പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും
കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടു പോയെങ്കിലും ചിറകു നീർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണൊരേകാന്തരോദനം. അപ്പോ എനിക്ക് എന്നോട് പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ കരള് പണ്ടേ കരിഞ്ഞു പോയിരിക്കുകയാണ്. കറ പിടിച്ച ചുണ്ടുകളിൽ ഒരു കവിത പോലും വരുന്നില്ല. പിന്നെയാണോ ഗാനം? ഒരു കവിത പോലും ചൊല്ലാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിലും എൻ്റെ തൊണ്ടയിൽ ഇപ്പോൾ ഒരു ഏകാന്തരോദനം, ഒറ്റപ്പെട്ട ഒരു കരച്ചിൽ. ചിറകു വീർത്താനാവാതെ ഒരു പക്ഷിയെ പോലെയാണ് അത്, അല്ലെ? ചിറകു വീർത്താനാവാതെ എന്ന് പറഞ്ഞാൽ കരയാനാവാതെ ഇവിടെ പിടയുകയാണ്. പക്ഷി പിടയുന്നത് എപ്പോഴാണ്? ചിറക് കുഞ്ഞായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിറക് ഉയർത്തി പറക്കാൻ പറ്റിയില്ലെങ്കിലാണ് പക്ഷി പിടയുന്നത്. ഇവിടെ ചിറകു നിർത്താനാവാത്ത ഒരു പക്ഷിയെ പോലെ ഒരു ഏകാന്ത രോദനം, ഒരു കരച്ചിൽ, ഒരു പൊട്ടിക്കരച്ചിൽ ഇവിടെ കിടന്ന് ചങ്കിൽ കിടന്ന് പിടയുകയാണ്. കവിത ഓരോ വരിയും ഓരോ വാക്കും ഇതിന് തീക്ഷ്ണമായി നമ്മുടെ ഉള്ളിൽ തറയ്ക്കുന്ന വാക്കുകളാണ്. പിടയുകയാണ് ഒരു ഏകാന്തരോദനം. എവിടെയാണ്? തൻ്റെ ചങ്കിൽ, തൊണ്ടയിൽ. ചിറകു നീർത്താനാവാതെ പിടയുകയാണ് ആ കരച്ചിൽ. ഒരു പക്ഷിക്കുഞ്ഞ് പോലെ അവിടെ ചിറകു നിർത്താനെ ഒതുക്കി പിടിച്ചിരിക്കുകയാണ്. ആ പക്ഷിക്കുഞ്ഞ് കിടന്ന് പിടയുകയാണ്. പക്ഷിക്കുഞ്ഞിനെ പോലെ തൊണ്ടയിൽ ഒരു കരച്ചിൽ വന്ന് അത് പുറത്തേക്ക് വരാനാവാതെ ഗദ്ഗതമായി അവിടെ പിടയുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ നോക്കൂ. മുറുകിയോ നെഞ്ചിടിപ്പിന്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടു പോയെങ്കിലും ചിറകു നീർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണൊരേകാന്തരോദനം. സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും. സ്മരണതൻ ദൂരസാഗരം തേടി, ഓർമ്മകളാകുന്ന സാഗരം തേടി, അകലകലെ പഴയ ഓർമ്മകൾ തേടി എൻ്റെ ഇപ്പോഴത്തെ ഹൃദയരേഖകൾ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഹൃദയത്തിൻ്റെ ECG എടുക്കുമ്പോൾ കാണാം, അല്ലേ? ഹൃദയരേഖകൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരിക്കും. എൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് തീരുമാനിക്കുക. അതേപോലെ തൻ്റെ ഓർമ്മകൾ തേടി ഹൃദയം അതിൻ്റെ പുറകിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഹൃദയം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. എൻ്റെ മനസ്സ് ഓർമ്മകളിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹൃദയരേഖകൾ, ഹൃദയമിടിപ്പ് വീണ്ടും നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ജീവിതം ആ ഓർമ്മകളിലേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, നീണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഹൃദയരേഖകൾ നിന്ന് കഴിഞ്ഞാൽ ഞാനില്ല. എൻ്റെ ഓർമ്മകളാണ് എൻ്റെ ജീവൻ. സ്മരണതൻ സ്മരണം എന്ന് പറഞ്ഞാൽ ഓർമ്മ. സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും കനകമൈലാഞ്ചി നീരിൽ തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും. ചെറുപ്പകാലത്ത് നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇടൂല്ലേ? മൈലാഞ്ചിയൊക്കെ ഇട്ട് തുടിപ്പിക്കും. വിരലിൻ്റെ തുൻപുഭാഗമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഒന്ന് തൊട്ട് നോക്കാൻ പോലും കൊതിയാവും. ആ വിരൽത്തുമ്പ് വന്ന് എന്നെ തൊടുമ്പോൾ കിനാവ് ചുരന്നു വരും, സ്വപ്നം ഇങ്ങനെ വിടർന്നു വരും. കിനാവ് ചുരക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിടർന്നു വരും കിനാക്കള്. ഈ കനകമൈലാഞ്ചി നീരിനാൽ തൊടുത്ത ആ വിരലൊന്ന് തൊട്ടാൽ, മനോഹരമായ ആ വിരൽ തുടുത്തിരിക്കുന്ന ആ വിരലൊന്ന് തുടുത്താൽ മതി, നിന്റെ ഉള്ളിൽ കിനാവുകൾ ചുരന്നു വരും, കൂടി ഇങ്ങനെ വരും.
സാധാരണ ചുരക്കുക എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ പാല് കറക്കുമ്പോൾ കുഞ്ഞിനെ കൊണ്ടൊന്ന് മുട്ടിക്കും അല്ലേ, കുടിപ്പിക്കും കുറച്ച്. അപ്പോൾ പശു എൻ്റെ കുട്ടി കുടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിറയെ പാല് ചുരന്നു കൊടുക്കും. കുറച്ച് പാലൊക്കെ നന്നായി ചുരന്നു കാണുമ്പോഴോ പശുക്കുട്ടീനെ നമ്മൾ പിടിച്ച് മാറ്റിയിട്ട് നമ്മളത് കറന്നെടുത്ത് പറ്റിക്കും പശുക്കുട്ടീനെ. അതേപോലെ ഇവിടെ ഈ പെൺകുട്ടിയുടെ തുടുത്ത വിരലുകൾ പൊൻ കനക മൈലാഞ്ചി നീരിനാൽ, ചില സ്വർണ്ണ നിറമുള്ള ആ മൈലാഞ്ചി നീര് കയ്യിലണിഞ്ഞ് തുടുത്തിട്ടുള്ള, അതുപോലെ തുടുത്തിട്ടുള്ള മൈലാഞ്ചി ഇട്ട് തുടുത്ത പോലുള്ള ആ നിന്റെ വിരലുകൾ തൊട്ടപ്പോൾ എൻ്റെ കിനാക്കൾ ചുരന്നു. എല്ലാതും കാവ്യ പദങ്ങൾ കൊണ്ടാണ് അങ്ങനെയുള്ള പ്രയോഗമാണ് നേരെയല്ല പറഞ്ഞിരിക്കുന്നത്, എല്ലാം കാവ്യാത്മകമായാണ് പറഞ്ഞിരിക്കുന്നത്. കനകമൈലാഞ്ചി നീരിൽ തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും, നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ നിൻ തൻ കിരണമേറ്റെൻ്റെ ചില്ലകൾ പൂത്തതും, നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റെൻ്റെ ചില്ലകൾ പൂത്തതും. നേരത്തെ ചെമ്പകം പൂത്ത കാര്യം പറഞ്ഞു അല്ലേ. സുന്ദരിമാര് ചെമ്പകത്തിന്റെ ചോട്ടിക്കൂടെ നടന്നു പോയാൽ പൂക്കുമത്രേ, ചെമ്പകം പൂക്കും. അതേപോലെ നിന്റെ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ കൊണ്ട് അതിൻ്റെ കിരണമേറ്റാണ് എൻ്റെ ചില്ലകൾ പൂത്തത്. ഞാനാകുന്ന പൂമരത്തിൻ്റെ ചില്ലകളെല്ലാം പൂത്തത് നിന്റെ കണ്ണിലെ കൃഷ്ണകാന്തത്തിൻ്റെ കിരണം കൊണ്ടാണ്. സുന്ദരിമാര് നടന്നു പോയപ്പോഴാണ് ചെമ്പകമരം പൂക്കുന്നത് പോലെ എന്നെ നോക്കിയാൽ ഞാനാകെ പൂത്തുലഞ്ഞു പോകും. അത്രയ്ക്കും പ്രണയമായിരുന്നു അവളോട്. ഇനി ഇവിടെ വേറൊരു പ്രയോഗം നോക്കൂ. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തം. ചില കണ്ണുകൾക്ക് കാന്തം പോലെ നമ്മളെ ആകർഷിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ഐശ്വര്യ റായിയുടെ കണ്ണ് കണ്ടിട്ടില്ലേ? എന്തൊരു ഭംഗിയല്ലേ. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും. ഈ ആകർഷണ വലയത്തിൽപ്പെട്ട് നമ്മളിങ്ങനെ പോയി എന്ന് വരും. അതുപോലെ നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങളാണ്. കൃഷ്ണകാന്തം ഇങ്ങനെ ആകർഷിക്കുന്നതാണ്. കറുത്ത കൃഷ്ണകാന്തം എന്ന് പറഞ്ഞാൽ കറുത്ത നിറമുള്ള ആ കണ്ണുകൾ ആ കണ്ണുകൾ എന്നെ നോക്കിയാൽ, കണ്ണുകളുടെ രശ്മി എന്നിൽ പതിച്ചു കഴിഞ്ഞാൽ ഞാനാകെ പൂത്തുലഞ്ഞ് എൻ്റെ ചില്ലകളൊക്കെ പൂത്ത് ഉലയും. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റെൻ്റെ ചില്ലകൾ പൂത്തതും, മറവിയിൽ മാഞ്ഞു പോയ നിൻ കുങ്കുമ തരി പുരണ്ട ചിദംബര സന്ധ്യകൾ. ഇതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ്. ഇതിനെ കുറിച്ചൊക്കെ എനിക്ക് പറയാനുണ്ട്. മറവിയിൽ മാഞ്ഞു പോയ, മറവി വന്ന് മാച്ചു കളഞ്ഞ ആ കുങ്കുമ പൊട്ടിൻ്റെ ആ തരികൾ വീണ പുരണ്ട ചിദംബര സന്ധ്യകൾ, എൻ്റെ മനസ്സിലുള്ള ചിത്തമാകുന്ന ആകാശത്ത് വിരിഞ്ഞ ആ സന്ധ്യകൾ. എൻ്റെ മനസ്സിലെ ഉണ്ടായിരുന്ന സന്ധ്യകൾക്ക് ചുവന്ന കളറാണ്. നിന്റെ കുങ്കുമത്തരി പുരണ്ട് ചുമന്നതാണ് എൻ്റെ ഹൃദയാകാശത്തിലെ സന്ധ്യകൾ. സന്ധ്യ സമയത്ത് ആകാശം ചുവന്ന് തുടുത്തിരിക്കുന്നുണ്ടായിരിക്കും. ഇത് ചിദംബര സന്ധ്യകളാണ്. എൻ്റെ മനസ്സാകുന്ന ആകാശത്തിൻ്റെ സന്ധ്യ ചുവന്നു തുടുത്തിരുന്നിരുന്നു. നിന്റെ കുങ്കുമത്തരികൾ വീണാണ്. ഇപ്പോഴത് മറവിയിൽ മാഞ്ഞു പോയിരിക്കുകയാണ്. മറവിയിൽ മാഞ്ഞു പോയ ആ കുങ്കുമത്തരികൾ വീണ ഇടം ഇപ്പോഴും എവിടെ? ആ ഒരു സന്ധ്യയുടെ ചുവപ്പ് നിൽക്കുന്നുണ്ട്. മറവിയിൽ മാഞ്ഞു പോയിരിക്കുകയാണ് ആ കുങ്കുമത്തരികൾ. എൻ്റെ ഹൃദയാകാശത്തിലെ സന്ധ്യക്ക് ചുവപ്പ് നിറം കൊടുത്തിരുന്നത് നിന്റെ നെറ്റിയിലെ കുങ്കുമത്തരികളാണ്. അപ്പോൾ എനിക്ക് അതെല്ലാം മറഞ്ഞു പോയിരിക്കുകയാണ്. അതുപോലെ നിന്നോടൊത്തുള്ള ആ സന്ധ്യകൾ, അങ്ങനെയും അർത്ഥം വരാം. നിന്നോടൊത്തുണ്ടായിരുന്ന ആ സന്ധ്യകൾ. അദ്ദേഹത്തിന് ആ ചിദംബരം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കാര്യമുണ്ട്. ചിദംബര സ്മരണകളാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ, അദ്ദേഹത്തിൻ്റെ ജീവിത കഥയാണത്. ആ ഇൻ്റർവ്യൂവിൽ ചിദംബര സ്മരണകളെ കുറിച്ച് പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്.
അതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നുണ്ട്, അത് സത്യമാണ് എന്ന് ഞാനൊരു കാര്യം എഴുതിയത് അത് ആത്മകഥാക്കുറിപ്പാണ്, ഇനി ഞാനത് സത്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ റീഡബിലിറ്റി ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഒരുപാട് നുണകളാണ് എഴുതിയത് എന്നൊക്കെ ഞാൻ എഴുതി തരേണ്ടതുണ്ടോ? അല്ലെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് അത് സത്യമാണ് എന്ന് ഞാൻ വീണ്ടും അവിടെ എഴുതി തരേണ്ടതുണ്ടോ? ഒരു കലാകാരനും ഒരാളുടെയും നായകനല്ല, അല്ലെങ്കിൽ അയാൾ അവിടെ കലാകാരനാണ്, കവിയാണ് എന്ന് പറഞ്ഞിട്ട് ആൾ റോൾ മോഡലാക്കി വെക്കാനുള്ളതല്ല എന്നും ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ അന്നം പാൽ എന്നതുപോലെ വലിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെയാണ് അന്നം പാൽ എന്നതുപോലെ വലിച്ചെടുക്കുക? അരയന്നത്തിന് പാലും വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താൽ അതിൽ നിന്ന് പാൽ മാത്രം കഴിക്കാനുള്ള, പാൽ മാത്രം വലിച്ചെടുക്കാനുള്ള കഴിവുള്ള പക്ഷികളാണ് അരയന്നം. ആ അരയന്നത്തെ പോലെ ആയിരിക്കണം നമ്മൾ. ഏതാണോ നല്ല ഗുണം, ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, അവരിൽ നല്ലതും ചീത്തയുമായ ഗുണങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ സ്വീകരിക്കേണ്ടത് നല്ല ഗുണങ്ങളാണ്. ആ നല്ല ഗുണങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവ് സമ്പാദിക്കുകയാണ് നമ്മൾ വേണ്ടത്. അതുപോലെ ഇവിടെ പറയുന്നത്, നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റിൻ്റെ ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞു പോയ നിൻ കുങ്കുമ തരിപുരണ്ട ചിദംബര സന്ധ്യകൾ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും. വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് എൻ്റെ ഹൃദയം സഞ്ചരിച്ചു പോകുകയാണ്. അതിനാണ് ഹൃദയരേഖകൾ നീണ്ടുപോകുന്നു എന്ന് പറയുന്നത്. നിന്റെ ആ തുടുത്ത മൈലാഞ്ചി വിരലുകളിൽ ഒന്ന് തൊടുമ്പോൾ എന്നെ ഒന്ന് തൊടുമ്പോഴേക്കും എനിക്ക് കിനാവുകൾ ചുരുന്നിരുന്ന ആ കാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങളുടെ ആ കിരണമേറ്റ് എൻ്റെ ചില്ലകൾ പൂത്ത കാര്യങ്ങൾ, ഞാനാകെ പൂത്തുലഞ്ഞിരുന്ന കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. മറവിയിൽ മാഞ്ഞു പോയ നിന്റെ കുങ്കുമത്തെരിപുരണ്ട നിന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ സന്ധ്യകൾ, അത് മറവിയിൽ മാഞ്ഞു പോയിരിക്കുകയാണ്. അതെല്ലാം ഇപ്പോൾ എനിക്ക് ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. ഇത്രയും ഭാഗമാണ് ഇന്ന് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ചോദ്യങ്ങൾ, ഇതിൽ നിന്നുള്ള കൊച്ചു ചോദ്യങ്ങൾ, കൊച്ചു പദപ്രയോഗങ്ങൾ എല്ലാം നിങ്ങൾ എഴുതി വയ്ക്കണം. ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പൊൻചെമ്പകം പൂത്ത കരൾ. പൊൻചെമ്പകം പൂത്ത കരൾ, ഒരു പ്രയോഗമുണ്ട് അല്ലേ? ഇവിടെ എന്താണ് പറഞ്ഞത്? പൊൻചെമ്പകം പൂത്ത കരൾ പണ്ടേ കരിഞ്ഞു പോയെങ്കിലും. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും. ആ പ്രയോഗത്തിന്റെ ഭംഗി കാണാം. കനകമൈലാഞ്ചി നീരിൽ തുടുത്ത വിരൽ, അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? നീ കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ട് പൂത്ത ചില്ലകൾ, എങ്ങനെയാണ് ഞാനാകുന്ന പൂമരത്തിന്റെ ചില്ലകൾ പൂത്തത്? ഇതില് കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ട്, അങ്ങനെ നമ്മളെ ആകർഷിച്ചെടുക്കാവുന്ന കാന്തം പോലെയുള്ള കണ്ണുകൾ കൊണ്ടുള്ള ആ നോട്ടത്തിൽ അതിന്റെ കിരണമേറ്റ് ഞാനാകുന്ന പൂമരത്തിന്റെ ചില്ലകളെല്ലാം പൂത്ത് ഉലഞ്ഞു. മൗനം കുടിച്ചിരിക്കുന്നു. തീക്ഷ്ണമായ മൗനത്തിന്റെ ഉള്ളിൽ പെട്ടിരിക്കുന്നത് കൊണ്ടാണ് അതിനെ മൗനം കുടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ പ്രയോഗമെല്ലാം നമ്മൾ വിസ്തരിച്ച് പറയുമ്പോൾ അതിൻ്റെ ഭംഗി പോവുകയാണ്. അത് മനസ്സിലിട്ട് നമുക്ക് എന്തെല്ലാം അർത്ഥങ്ങൾ വരുന്നു, നിങ്ങൾക്ക് എന്തെല്ലാം അർത്ഥങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നു, വായനക്കാരന് ഏതെല്ലാം അർത്ഥങ്ങൾ കിട്ടുന്നു, അത് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതാണ് ഈ ഓരോ പ്രയോഗങ്ങളും. മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ? കണ്ണുകളിൽ ഇങ്ങനെ നോക്കി നമ്മളെ തന്നെ മറന്നിരിക്കുകയാണ് എന്നതിനാണ് ആ മനോഹരമായ പ്രയോഗം ഉപയുക്തമാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇത്രയും വരികൾ നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.